ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രേഡിങ്ങിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത്, ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. നിഫ്റ്റിയിലാണ് കിട്ടിയേക്കുന്നത്. 50 പോയിൻ്റാണ് അതിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ 2 ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ട്രേഡ് നമുക്ക് ഡിമാൻഡ് പ്രൈസിന് വന്നിട്ടില്ല, പക്ഷേ ഇത്തിരി ഒരു 6 രൂപ 5 രൂപ വ്യത്യാസം നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു 20 പോയിൻ്റ് പോയിട്ടുള്ളതാണ്. ലാസ്റ്റ് ഒരു 3ാമത്തെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 1:1 കിട്ടിയിട്ടുള്ളതാണ്. ടോട്ടൽ ഫ്രീ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഇതാണ് പറയാനുള്ളത്. ഫ്രീ ഗ്രൂപ്പിൽ 3 ട്രേഡാണ്. ബാക്കി ഉണ്ടായിരുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ നേരെ തിരിച്ചാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ 3 ട്രേഡ് എസ്എല്ലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ 2 ട്രേഡ് സെയിം പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 എസ്എല്ലാണ്. അങ്ങനെയാണ് ഓവറോൾ ഇന്നത്തെ സ്റ്റാൻഡിങ് വന്നത്. നമ്മളിന്നൊരു 11:30-12 മണിക്ക് ഇന്നത്തെ ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 3 എസ്എല്ലൊക്കെ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ പിന്നെ നിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ന്യൂസിലി എസ്എൽ വരുമ്പോൾ നമ്മൾ നിർത്തുക, അത്ര ഉള്ള കാര്യം. പക്ഷെ ഓവറോൾ മിക്കവർക്കും പ്രോഫിറ്റിലിരിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പേഴ്സണലി കൊടുത്തിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് പേഴ്സണലി കുറേ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സാധാരണ കൊടുക്കണ പോലെ തന്നെയാണ്. എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്, പേഴ്സണലി ചോദിക്കുന്നവർ കൊടുക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ഓവറോൾ വോട്ടിങ് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ടോട്ടൽ ട്രേഡ് എടുത്ത ആൾക്കാരുടെ ഇന്നത്തെ പ്രോഫിറ്റ് വന്ന ആൾക്കാരുടെയും വാച്ച് ചെയ്ത ആൾക്കാരുടെയും ലോസ് വന്ന ആൾക്കാരുടെയും ഞാനൊരു പോൾ ഇട്ടുണ്ടായിരുന്നു. ആ പോളിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ പറയാനുള്ള ഒരു മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തികച്ചും ഫ്രീ ആയിട്ട് ബൈ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പെയ്ഡായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലസ് എൻ്റെ ഒപ്പം എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നും അതിൽ ഞാൻ പറയുന്നുണ്ട്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ ഗ്രീക്സ്, OA ഡാറ്റ, അങ്ങനത്തെ ടോപ്പിക്കുകളാണ്. എസ്എൽ എങ്ങനെ വെക്കാം, എസ്എൽ എങ്ങനെ ട്രെയിൽ ചെയ്യാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ വീഡിയോ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ആയിട്ട് എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ അടിയിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ് അറിയാം, നിങ്ങൾക്ക് ബിഗിനർ അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ആൾക്കാർ ഇനി ഉണ്ടാവും. അത് വേറെ സെഗ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കതൊരു വീഡിയോ ചെയ്തിടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കും കമൻറ്റ് ചെയ്യുക. ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞ് അത്യാവശ്യം ട്രേഡിങ് അറിയാവുന്ന ആൾക്കാർക്ക് ഇനി കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, എനിക്കറിയാത്തത്. പെയ്ഡായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലാതെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഏത് ടോപ്പിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. മനസ്സിലായാലേ? അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കത് ഒരു ഫയലായിട്ട് തന്നെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹമുള്ളവരും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ്. നിഫ്റ്റി രാവിലെയാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പോൾ ട്രേഡ്സ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. രാവിലത്തെ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. അതായത് 23-ാണിത്. ഇന്ന് 23-ാണ്. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ ഒരു നല്ലൊരു ഷാർപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ കൺസോൾട്ടേഷനായി. കൺസോൾട്ടേഷനൊന്നും ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നല്ല മൂവ്മെൻറ്റ് ഇറങ്ങേണ്ട ടൈമിൽ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇട്ട് ട്രേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് നേരത്തെ പറഞ്ഞു പോയത്. ടാർഗറ്റ് വന്നതും SL വന്നതൊക്കെ ആ ഒരു ഭാഗത്താണ്. ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽസ്. ബാങ്ക് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റൻസിൽ കൺസോൾട്ടേഷനാണ്. ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡുകളൊക്കെ ഇത്രയും സ്ട്രൈക്കുകളാണ്. ഇത്രയും സ്ട്രൈക്കുകൾ നമ്മൾ ട്രേഡിങ് പ്ലാനിങ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും 3 എസ്എല്ലും 3 അത്യാവശ്യം പോയിന്റും കിട്ടിയ ട്രേഡുകളുണ്ട്, അപ്പോൾ ഇത് ഇത്രയും സ്ട്രൈക്കുകളൊന്നും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. പേഴ്സണലി ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്ക് സെപ്പറേറ്റ് കുറേ സ്ട്രൈക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല പ്രോഫിറ്റ് വന്നവരുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്രൂഡ് ഓയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവാം. ക്രൂഡ് ഓയിലൊക്കെ നമ്മൾ അതിലിടാറുണ്ട്. ഫ്രീ ആയിട്ട് തന്നെയാണ് ഇടാറ്. ഇത് 24,700 ആണ്. 24,700 ആണ് 50 പോയിന്റ് കിട്ടിയത്. ഡേറ്റ് 23 ബയേഴ്സ് ലോസിന് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ബയേഴ്സ് ലോസ് ആക്കി സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി അടുത്ത കൈൻഡിലുള്ള ട്രേഡ് എടുക്കാം. ഇനിയിപ്പോൾ 5 മിനിറ്റ് ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം. ഇതെങ്ങനെ നോക്കിയാൽ 50 പോയിന്റ് പോയിട്ടുള്ളതാണ്. 10 പോയിൻ്റാണ് സെല്ല്. അത് കറക്റ്റായിട്ട് അവിടെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ലെവലൊക്കെ ഉണ്ട് 265 ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട ടൈമിൽ ഇത് ഞാൻ ഓൾറെഡി ഈ ക്യാൻഡിൽസ് ഇവിടെ ഫോം ആവുന്ന നേരത്താണ് ഈ സ്ക്രീൻഷോട്ട് എടുത്തത് ഫുൾ ടാർഗറ്റിൻ്റെ ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല അതിലെടുത്തോളാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ മാർക്ക് കണ്ടിട്ട് എടുത്തവരുണ്ടെങ്കിൽ അവർക്കും പ്രോഫിറ്റിൽ വരാൻ പറ്റും. അങ്ങനെ ഷാർപ്പ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഇങ്ങനത്തെ ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് ഒരു ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന മെമ്പർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വാച്ചിങ് ആയിരുന്നു.
പഠിക്കാനാണ് ആൾ നോക്കണത്. അപ്പോൾ ആൾ ട്രേഡ് എടുത്തിട്ടില്ലേ, പക്ഷേ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ആൾക്ക് കറക്റ്റായിട്ട് വന്നിട്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഷാർപ്പ് മൂവ്മെൻറ്റ് വന്നത് അത് ഈ സ്ട്രൈക്കിലാണ്. ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-200 ആണ് കേട്ടോ. 25-200 76-75 എന്ന് പറഞ്ഞ ലെവലുണ്ട്, പിന്നെ 25-200. അപ്പോൾ 61ലേക്ക് ഈ 61-90 ഫസ്റ്റത്തെ ലെവൽ. 61-90 ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 61-90 അടിയിലേക്ക് ക്യാൻഡിൽസ് പോയി തിരിച്ചു തരണം നമുക്ക് സമയം ട്രേഡ് എടുക്കാം. പക്ഷെ നിങ്ങളോട് നോക്കുക, കറക്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. കറക്റ്റ് മൂവ്മെൻ്റ് ആണ്, നമുക്ക് കറക്റ്റായിട്ട് ഡിമാൻഡിന് എടുക്കാൻ പറ്റുന്ന ലെവലാണ്. പക്ഷേ ഈ ഒറ്റ സ്ട്രൈക്കിൽ ആൾക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു ട്രേഡ് വന്നത്. കറക്റ്റ് 64-ന്ന് 113 ആ സംതിങ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ 50 പോയിൻറ്റ്സ് ആ ഷാർപ്പ് മൂവ്മെൻറ്റ് ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ കിട്ടിയ ആൾക്കാരുണ്ട്, മനസ്സിലായത്. അത് പേഴ്സണലി ചോദിക്കുന്നവർക്ക് അത് അവരാർക്കും മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇത് ഒരാൾക്ക് മാത്രം നടന്നിട്ടുള്ള കേസാണ്. ആളിത് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇതാണ് നടന്നേക്കണത്, മനസ്സിലായില്ലേ. ഇങ്ങനത്തെ ഒരു ട്രേഡും കൂടി നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ കുറേ പേഴ്സണലി ഇങ്ങനെ കൊടുത്ത ട്രേഡുകളുണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇപ്പോൾ ഇതല്ല, ഞാൻ ഫസ്റ്റ് കാണിച്ച ചാർട്ട് ഉണ്ടല്ലോ, ഫുൾ ടാർഗറ്റ് വന്നത് നിഫ്റ്റിയുടെ. ഇപ്പോൾ 24-700 ആണ് നമുക്ക് ഫസ്റ്റ് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ട്രേഡ്. അപ്പോൾ ഇത് നല്ല പ്രോഫിറ്റിക്ക് എല്ലാവരും വന്നിട്ടുണ്ടാവും. ഈ ഒറ്റ ട്രേഡിൽ നമുക്ക് പിന്നെ സീനുകളില്ല, നല്ല രീതിക്ക് ഇത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു SL 2 SL അടിച്ചാൽ വരെ നമുക്ക് ടെൻഷനൊന്നും വരേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ. പിന്നെ ഉണ്ടായിരുന്നത് 24-850 ആണ്. 24-850 ഒരു ഡിമാൻഡിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഇത്തിരി ഡിമാൻഡിൽ വന്നാലാണ് ഇത് എടുക്കാൻ പറ്റുക. ഇന്നിപ്പോൾ 201 വരെയാണ് വന്നേക്കണത്. നമ്മൾ പറഞ്ഞ 195, അപ്പോൾ 6 വ്യത്യാസം. അപ്പോൾ 6 വ്യത്യാസം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 220 വരെ പോയിട്ടുണ്ട്. 201. അപ്പോൾ 20 പോയിൻ്റ് വ്യത്യാസം, 20 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് വരേണ്ട ഒരു ട്രേഡാണിത്. പക്ഷേ നമുക്ക് കണ്ടീഷൻ വരാത്ത കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി തിരിച്ച് കാരണം നമുക്ക് എടുക്കാം. പക്ഷേ റെഡ് ക്യാൻഡിലില്ല, മനസ്സിലായോ. 195 റെഡ് ക്യാൻഡിലില്ല. റെഡ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഈ ട്രേഡ് ബമ്പർ ട്രേഡാണ്. അത് സിനാരിയോ വന്നിട്ടില്ലേ, അപ്പോൾ നമുക്കത് വിട്ടാണ്ട് വരും. അതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമുക്ക് 2 SL അടിച്ച് ഇതിലാണ് സെയിം സ്ട്രൈക്കിൽ തന്നെയാണ്, സെയിം പ്രൈസിൽ തന്നെയാണ് 2 SL ഇവിടെ വന്നിട്ടുണ്ട്. 25,000 CE എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫ്രീ പെയ്ഡ് ഗ്രൂപ്പിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും SL, മനസ്സിലായില്ലേ. ഇതും രണ്ടും SL തന്നെയാണ്. കറക്റ്റ് SL കൊടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് കണക്ക് കേട്ടോ. നിങ്ങൾ ഒരിക്കലും SL ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ആ റേഞ്ച് നിങ്ങളോട് പറയണ കേസ് നിങ്ങളവിടെ നിന്ന് ഇറങ്ങണം. SL അടിച്ചു, നമ്മൾ ബീർഷാൻ പോവുകയാണെന്നാണ് ആ ടൈമിൽ ആ സ്ട്രൈക്ക് പറയണത്. അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. 10 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ പോകാന്ന് പറഞ്ഞാൽ വലിയൊരു പോയിൻ്റാണ് പോണത്. 10 പോയിൻ്റ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു പോയിൻ്റാണ് കിട്ടണത്. അത് തന്നെയാണ് പോണതും കിട്ടണത് വലുതാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ ഹോൾഡ് ചെയ്യുക, പോകുമ്പോൾ കറക്റ്റ് ഇറങ്ങുക. ഇത്ര ചിന്തിക്കാനുള്ള നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. തിരിച്ചു കയറുമ്പോൾ പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. 168 എന്ന് പറഞ്ഞ ലെവലുണ്ടായിരുന്നു. ഇത് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ള ലെവൽസാണ് കേട്ടോ, വേറെ ആൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. 24-800 പി ആണ് കേട്ടോ. ഇത്ര നേരം സീയുടെ കഥയെ പറഞ്ഞുകൊണ്ടിരുന്നത്, സീരാണ് ഇളകിട്ടുന്നത്. ഇപ്പോൾ പീരാണ്. നല്ല മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 1:1, ഇവിടെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു 30 പോയിൻറ്റ് 3 ക്യാൻഡിലൊക്കെ കിട്ടും കേട്ടോ. 2 ക്യാൻഡിൽ 3 ക്യാൻഡിലൊക്കെ 30 പോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പേഴ്സണലി ആണ് പോയിക്കണത്. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ കാര്യത്തിൽ ചില ട്രേഡുകൾ അങ്ങനെയാണ്, പേഴ്സണലിയാണ് ആക്ടിവേറ്റ് ആവുക. നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന അങ്ങോട്ട് വ്യത്യാസം ഉണ്ടാവും. ചിലർ പേഴ്സണലി ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് പോകുന്നുണ്ടാവും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം കൂടി ആയിരുന്നു. കുറേ ആൾക്കാർ പേഴ്സണലി നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഫിറ്റ് കിട്ടിയവരുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട്. ഒരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ, പക്ഷേ ഒരു ടാർഗറ്റ് പ്രോപ്പർ ടാർഗറ്റ് വന്നിട്ടുണ്ടെന്ന്. അത് ഫസ്റ്റ് ട്രേഡാണ്, എല്ലാവർക്കും എടുക്കാം, എല്ലാവർക്കും പ്രോഫിറ്റിൽ വരാം. അങ്ങനത്തെ ലെവലിലാണ്. മെയ് 22 ഡേറ്റ് വരുന്നത്. ഇത് ഇന്നത്തെ കാര്യങ്ങളാണ്. ഞാൻ എല്ലാത്തും ഡീപ്പായിട്ടൊന്നും പറയണമെന്നില്ല. ഇത് ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ ഒരു പരിപാടിയാണ്. അതായത് SL സ്വീപ്പാക്കിയിട്ട് മാർക്കറ്റ് കയറിപ്പോയി. പക്ഷേ നമുക്ക് മോർണിംഗിലത്തെ ട്രേഡ് 40 പോയിൻ്റ് കയറിയതാണ് കേട്ടോ ക്രൂഡ് ഓയിലിൽ. ഇനിയിപ്പോൾ ഞാൻ ഇത് കാണിച്ചപ്പോൾ നിങ്ങൾ ഇനി ട്രേഡിങ് അല്ല പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല എന്ന് വിചാരിക്കണ്ട. മോർണിംഗിൽ 40 പോയിൻ്റ് കിട്ടിയതാണ്. അത് ഫ്രീ ഗ്രൂപ്പിൽ ആൾക്കാർക്ക് കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവും. പുതുതായിട്ട് വാച്ച് ചെയ്യണവർ, പുതുതായിട്ട് ചാനൽ കാണുന്നവർക്ക് ഇത് വളരെ സില്ലിയായിട്ടൊക്കെ തോന്നാം. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ പെർഫോമൻസ് ആണ് കേട്ടോ. പോളിൻ്റെ കാര്യമാണ് പറയണത്. എത്ര ആൾക്കാർ പ്രോഫിറ്റിലാണ്, എത്ര ആൾക്കാർ ലോസിലാണ്, എത്ര ആൾക്കാർ എടുത്തിട്ടില്ല. ഇത് ജെന്യുവനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പോള്. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കും വേറെ മാറ്റി കുത്താനൊന്നും പറ്റില്ല. അങ്ങനെ അല്ല എൻ്റെ സെറ്റപ്പ്. അങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ മാറ്റി കുത്തണ പരിപാടി നടക്കണ പരിപാടിയല്ല. ടെലിഗ്രാമാണ് ഇന്നത്തെ ടാർഗറ്റാണ്.
ഇതാണ് ഇന്നത്തെ പോള്. ടോട്ടൽ 216 പേര് കണ്ടിട്ടുണ്ട്. 216 പേരിൽ 54 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 25 പേര് എടുത്തിട്ടില്ല എന്നാണ് വോട്ട് ചെയ്തത്. വാച്ചിങ് ആണ്. അവർ ചിലപ്പോൾ പുതിയതായിരിക്കാം, മനസ്സിലായാലും പുതിയ ആൾക്കാരായിരിക്കാം. അതിൽ 24 പേര് എടുത്ത ആൾക്കാരാണ്. 24 പേര് പ്രോഫിറ്റിലാണ്. അതിൽ 5 പേര് ലോസിലാണ്. ബേസിക്കലി ഈ ലോസ് വരാനുള്ളൊരു പരിപാടി ഇന്ന് നടന്നിട്ടില്ലേ ഫ്രീ ഗ്രൂപ്പിൽ. അതെല്ലാ ദിവസം അങ്ങനെ തന്നെയാണ് കേട്ടോ. ലോസ് വരുത്തേണ്ട ആവശ്യം എന്തായാലും ഇല്ല. ലോസ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ മിക്കവരും ലോസ് തന്നെ ഇടുള്ളൂ. അങ്ങനത്തെ ഫസ്റ്റ് ട്രേഡ് ലോസ് ആവുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് വരും ഫസ്റ്റ് ട്രേഡിലൊക്കെ. ഇന്ന് പ്രത്യേകിച്ച് 3 ട്രേഡ് ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. 3 ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പിൽ. അങ്ങനെ 24 പേര് പ്രോഫിറ്റ്, 5 പേര് ലോസ്, 25 പേര് വാച്ചിങ് ആണ്. എടുത്തിട്ടില്ല എന്നാണ് പോൾ ചെയ്തേക്കണത്. 216 പേര് ടോട്ടൽ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ട്രേഡിങ്ങിൻ്റെ. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് തന്നെ പ്രോഫിറ്റ് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേയിലും ലോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ വിഷമിക്കേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഒരാഴ്ച വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നത്തെ കാര്യം, നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ട വീഡിയോ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളും പ്രോഫിറ്റ് വരുന്ന കേസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. എന്താണ് ഞാൻ പറയണത് നിങ്ങൾക്കൊക്കെ തോന്നും. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ഇടാൻ, മനസ്സിലായില്ലേ? ഇടുന്നവർക്ക് ഇടാൻ എന്ത് വേണമെങ്കിലും ഇടാൻ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം ചെക്കൗട്ട് ചെയ്തിട്ട് സംസാരിക്കുക. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ഈസിയാണ്. നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ സംഭവം ഈസിയാണ്. ഇത് ഞാൻ ഗ്രൂപ്പിൽ പറയുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുമ്പോഴും ഇത് വളരെ ഈസിയാണെന്ന് ചിന്തിക്കരുത്. ഇത് വളരെ ഈസിയായിട്ടുള്ള പരിപാടിയല്ല. ഞാൻ ഇടുന്ന സംഭവങ്ങൾ അത്രയും നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതാണ്. നിങ്ങളത് പഠിച്ചെടുക്കാൻ ടൈം എടുക്കും. ചെയ്തു വരാനും പ്രോഫിറ്റ് വരാനും ടൈം എടുക്കും. അപ്പോൾ മാക്സിമം നിങ്ങളത് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ തന്നെയാണ്. എൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ് ഞാൻ ഇവിടെ കോഴ്സായിട്ട് ചെയ്യണത്. അല്ലാണ്ട് വേറെ അൺനെസസറി ടോപ്പിക്സ് ഒന്നും ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. അൺനെസസറി ആയിട്ട് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഡെയിലി ലൈഫിലേക്ക് ഈ സംഭവം വേണം എന്നുള്ള നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പറയണത്, മനസ്സിലായില്ലേ? അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആ കോഴ്സ് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാവുന്നതാണ്. പത്രങ്ങളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ചെയ്യുക. നമുക്ക് തിങ്കളാഴ്ചയാണ് ട്രേഡിൻ്റെ. അപ്പോൾ ഓക്കെ, ബൈ.